എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് നന്ദി. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു തുളസി ദേവിയുടെ കഥയാണ്. അപ്പോൾ തുളസി നമുക്കറിയാം, ക്ഷേത്രങ്ങളിലും നമ്മൾ ഭഗവാന്റെ പൂജയ്ക്കൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഇതാണ് തുളസിയില. അതുപോലെ തന്നെ നമ്മുടെ വീട്ടുകളിലൊക്കെ നമ്മൾ നട്ട് വളർത്തി നമ്മൾ പൂജയ്ക്ക് എടുക്കുന്നുണ്ട്, അതേപോലെ പൂജിക്കുന്നുണ്ട്. അപ്പം അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് തുളസി ചെടി. അപ്പോൾ നമ്മൾ കുറേ സ്ഥലങ്ങളിലൊക്കെ തുളസി ചെടി ഭഗവാനായിട്ടുള്ള വിവാഹമൊക്കെ നടത്തിയിട്ടുള്ള ചടങ്ങുകൾ ഇപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ തുളസി ദേവിയുടെ കഥയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ സരസ്വതി ദേവിയും ഗംഗയും ലക്ഷ്മി ദേവിയും കൂടിയും വൈകുണ്ഠത്തിൽ വെച്ചിട്ട് ഒരു കലഹം ഉണ്ടാവും. അപ്പോൾ കലഹം ഉണ്ടാവുന്ന സമയത്ത് ലക്ഷ്മി ദേവിയെ സരസ്വതി ദേവി ശപിക്കും. അപ്പോൾ എന്തായിരുന്നു ശാപം എന്നറിയോ? ലക്ഷ്മി ദേവി ഭൂമിയിൽ വന്ന് ജനിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ശപിച്ചത്. അപ്പോൾ ആ ശാപത്തിൻ്റെ ഫലമായിട്ട് ധർമ്മധ്വജൻ എന്നുള്ള രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള മാധവിയുടെയും മകളായിട്ട് തുളസി ഭൂമിയിൽ വന്ന് ജനിക്കും. അപ്പോൾ തുളസി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തുല്യമായിട്ട് മറ്റാരുമില്ലാത്തതെന്നാണ്. അപ്പോൾ ആ വാക്ക് സാർത്ഥകമാക്കുന്ന പോലെ തന്നെ തുളസി ദേവി നല്ല സൗന്ദര്യവതിയായിരുന്നു. അതുപോലെ അത്രയും തന്നെ സൽസ്വഭാവമുള്ള ഒരു കുട്ടിയായിരുന്നു തുളസി ദേവി. അപ്പോൾ കുഞ്ഞിതാവുമ്പോൾ മുതൽ തന്നെ, അതായത് ബാല്യകാലം മുതൽ തന്നെ തുളസി ദേവിക്ക് ഭഗവാനെ ഭർത്താവായി കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് തുളസി ദേവി ജീവിച്ചത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് യൗവനക്കായ സമയത്ത് തുളസി ദേവി ബദരികാശ്രമത്തിൽ ചെന്നിട്ട് കൊടും തപസ് ആരംഭിക്കും. അപ്പോൾ അനേക വർഷങ്ങളോളം കൊടും തണുപ്പൊക്കെ സഹിച്ച് വെറും ഫലങ്ങൾ മാത്രം കഴിച്ച് അത്രയും കഠിനമായ തപസ് അനുഷ്ഠിക്കും. അപ്പോൾ ആ തപസ് കണ്ടപ്പോൾ ബ്രഹ്മദേവൻ സംപ്രീതനായി. ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് തുളസി ദേവിയോട് ചോദിക്കും, തുളസി ദേവിക്ക് എന്ത് വരാണ് വേണ്ടതെന്ന് ചോദിക്കും. ഒരു വരം ആവശ്യപ്പെട്ടോളൂ, അത് ചെയ്തു തരാമെന്ന് പറയും. അപ്പോൾ തുളസി ദേവി പറയും, എനിക്ക് ഒരുപാട് വരങ്ങളൊന്നും വേണ്ട, എനിക്ക് ഭഗവാനെ, അതായത് മഹാവിഷ്ണുവിനെ എൻ്റെ ഭർത്താവായിട്ട് കിട്ടിയാൽ മതി, ആ ഒരു വരം മാത്രം തന്ന് എന്നെ അനുഗ്രഹിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് ബ്രഹ്മദേവൻ പറയും, തുളസി ദേവി ലക്ഷ്മി ദേവിയുടെ അംശ അവതാരമാണ്. അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ ഭർത്താവായി കിട്ടണം എന്നുള്ളത് ന്യായമായ അവകാശമാണ്. പക്ഷേ ഈ ജന്മത്തിൽ ദേവിക്ക് ശംഖചൂടൻ എന്നുള്ള ഒരു അസുരൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാനാണ് യോഗം എന്ന് പറയും. അപ്പോൾ ശംഖചൂടൻ്റെ വേറൊരു നാമാണ് ജലന്ധരൻ. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ശംഖചൂടൻ ആരായിരുന്നു എന്നറിയോ? പഴയ ജന്മത്തിൽ ശംഖചൂടൻ സുദാമാവ് എന്നുള്ളൊരു യാദവനായിരുന്നു. അത് ശ്രീകൃഷ്ണൻ്റെ ഉറ്റമിത്രായിരുന്നു. അപ്പോൾ രാധാദേവിയുടെ കോപത്തിനും ശാപത്തിനൊക്കെ ഇരയായിട്ട് സുദാമാവ് ഈ ജന്മത്തിൽ ശംഖചൂടനായിട്ടാണ് ഈ ഭൂമിയിൽ പിറന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം മഹാ തേജസ്വിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ട് ജീവിച്ച ശേഷം പിന്നെ ദേവിക്ക് ഭഗവാന്റെ പാദങ്ങളിൽ എത്തിച്ചേരാനുള്ള അവസരം ഉണ്ടാവുമെന്ന് ബ്രഹ്മദേവൻ പറയും. അപ്പോൾ അത് കൂടാതെ ബ്രഹ്മദേവൻ പറയും, കൂടാതെ ദേവിയുടെ ഭൗതിക ശരീരം ഗണ്ഡകി എന്നുള്ള നദിയായിട്ട് മാറും. അതുപോലെ ദേവിയുടെ രോമാദികൾ, അതായത് തലമുടി തുളസി എന്നുള്ള പേരിൽ പ്രസിദ്ധമാകുന്ന ചെടിയായിട്ട് മാറും എന്ന് പറയും. അത് ഈ ഭൂലോകത്തിനെ തന്നെ പരിശുദ്ധമാക്കും. അതുപോലെ ആ തുളസിയുടെ ഇല കൂടാതെ ഭഗവാന്റെ ഒരു പൂജകളും ഫലപ്രദമാവില്ല എന്ന് പറയും. അങ്ങനെ അത്രയും പറഞ്ഞിട്ട് ബ്രഹ്മദേവൻ അവിടുന്ന് അപ്രത്യക്ഷനാവും. അപ്പോൾ ദേവിയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചില്ല, എന്നാൽ പോലും കുറച്ചെങ്കിലും ആഗ്രഹം സാധിച്ചോലോ എന്ന് വിചാരിച്ചിട്ട് ദേവി സന്തുഷ്ടയായിട്ട് രാജധാനിയിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ആ സമയത്ത് ശംഖചൂടൻ ഹിമാലയ സാനുക്കളിൽ തപസ് ചെയ്തിട്ട് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തും. അപ്പോൾ എന്നിട്ടൊരു വരം ചോദിക്കും. എന്താണ് വരം വെച്ചാൽ മരണമില്ലാത്തവനായിട്ട് മാറണം, ആ വരം തന്ന് അനുഗ്രഹിക്കണം എന്ന് പറയും ബ്രഹ്മാവിനോട്. അപ്പോൾ ബ്രഹ്മാവ് ശംഖചൂടന് വിഷ്ണു കവചം കൊടുക്കും. എന്നിട്ട് പറയും, ഈ ഭൂമിയിൽ നമ്മൾ വന്ന് ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മരിച്ചേ പറ്റുള്ളൂ, മരണം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് മരിക്കാതിരിക്കാൻ എന്തായാലും പറ്റില്ല, പക്ഷെ ഒരു വരം തരാമെന്ന് പറയും. എന്തായിരുന്നു വരം എന്നറിയോ? അതായത് ഈ കവചം ശരീരത്തിൽ നിന്ന് നീ മാറ്റാതിരിക്കുകയും അതുപോലെ നിൻ്റെ ഭാര്യയുടെ പാതിവൃത്യത്തിന് ഭംഗം വരാതിരിക്കുകയും ചെയ്താൽ നിനക്ക് മരണമുണ്ടാവില്ല. അപ്പോൾ എപ്പോഴാണോ ഈ കവചം നിൻ്റെ ശരീരത്തിൽ നിന്ന് നീ മാറ്റുക, നിൻ്റെ ഭാര്യയുടെ പാതിവൃത്യം എപ്പോഴാണോ അതിന് ഭംഗം വരിക, ആ സമയത്ത് മാത്രമേ
നിന്നെ ആർക്കെങ്കിലും വധിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിനക്ക് മരണം ഉണ്ടാവില്ല എന്നുള്ള വരം കൊടുക്കും. അപ്പോൾ അങ്ങനെ വരബലം കിട്ടിയപ്പോൾ ശംഖചൂഡൻ അങ്ങനെ തുളസി ദേവിയെ വിവാഹം കഴിക്കും. അങ്ങനെ ആ തുളസി ദേവിയുടെ പാതിവൃത്യത്തിൻ്റെ ശക്തിയിൽ ശംഖചൂഡൻ്റെ കരുത്ത് ഇരട്ടിയായിട്ട് അങ്ങോട്ട് മാറും. അപ്പോൾ അങ്ങനെ കരുത്ത് ഇരട്ടിയായപ്പോൾ ശംഖചൂഡൻ അഹങ്കാരിയായിട്ട് മാറും. അങ്ങനെ അഹങ്കാരിയായിട്ട് ദേവലോകത്തെ നിരന്തരം ആക്രമിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ ആ ആക്രമണത്തിൽ ദേവഗണങ്ങളും ബ്രഹ്മാദികളൊക്കെ അങ്ങനെ പൊറുതി മുട്ടി. അവർക്ക് വേറെ ഒരു നിവൃത്തിയില്ല. അങ്ങനെ അവർ മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളിൽ അഭയം പ്രാപിക്കും. ഭഗവാനോട് പറയും, ഭഗവാനെ ഞങ്ങൾക്കിനി വേറൊരു വഴിയില്ല, ശംഖചൂഡൻ ഞങ്ങളെ നിരന്തരമായിട്ട് ആക്രമിക്കുകയാണ്, അപ്പോൾ അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ വിഷ്ണു ഭഗവാൻ ശിവഭഗവാനോട് യുദ്ധം തുടർന്നു കൊള്ളാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ ഭഗവാൻ അറിയാം ഈ കവചം ശരീരത്തിലുള്ളിടത്തോളം കാലവും, അതുപോലെ തുളസി ദേവിയുടെ പാതിവൃത്യത്തിന് ഭംഗം വരാതിരിക്കുന്നിടത്തോളം കാലവും ഈ ശംഖചൂഡനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഭഗവാൻ അറിയാം. അപ്പോൾ ഭഗവാൻ എങ്ങനെയെന്ന് വെച്ചാൽ ഭക്തനൊരു വരം കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാന് ഇഷ്ടപ്പെട്ട ഭക്തന് ഭഗവാൻ വരം കൊടുത്ത് അനുഗ്രഹിക്കും. അപ്പോൾ ആ വരം ഭക്തൻ ദുരുപയോഗം ചെയ്യണമെന്ന് മനസ്സിലായ ഭഗവാൻ തന്നെ ഏതെങ്കിലും ഒരു രൂപത്തിലോ ഭാവത്തിലൊക്കെ ആയി ആ വരത്തിനെ തിരിച്ചെടുക്കും. അപ്പോൾ ശംഖചൂഡന് അതൊരു വരം കിട്ടി, പക്ഷേ അത് ദുരുപയോഗപ്പെടുത്തണമെന്ന് മനസ്സിലായപ്പോൾ ഭഗവാൻ അവിടെ കയറി ഇടപെടും. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ വിഷ്ണു കവചം ശരീരത്തിൽ ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മറവിയുടെ രൂപത്തിൽ ശംഖചൂഡനെ ബാധിക്കും. അപ്പോൾ കുളി കഴിഞ്ഞ് വരുന്ന സമയത്ത് വിഷ്ണു കവചം ധരിക്കാൻ ശംഖചൂഡൻ മറന്നുപോകും. അങ്ങനെ യുദ്ധകളത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ ശംഖചൂഡനും ദേവാദികളും തമ്മിൽ അങ്ങനെ ഘോരമായ യുദ്ധം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വിഷ്ണു ഭഗവാൻ ഈ ശംഖചൂഡൻ്റെ രൂപം ധരിച്ചിട്ട് തുളസി ദേവിയുടെ ഗൃഹത്തിലെത്തും. അപ്പോൾ തുളസി ദേവി അദ്ദേഹത്തിനെ സ്വീകരിച്ചിരുത്തും. അങ്ങനെ മുറിയിലേക്ക് കൊണ്ടുപോകും. ഭർത്താവാണെന്ന് വിചാരിച്ചിട്ട് മുറിയിലേക്ക് കൊണ്ടുപോകും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവിക്ക് അതായത് ഭഗവാന്റെ വേഷം മാറി വന്ന ഭഗവാന്റെ രൂപത്തിൽ ഒരു സംശയം തോന്നും. ഭർത്താവല്ലേ ഇത്, വേറൊരാളാണെന്നൊരു സംശയം തോന്നുന്ന സമയത്ത് ഭഗവാനെ ശപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം രൂപത്തിൽ വരും. എന്നിട്ട് ദേവിയോട് പറയും, ദേവി തുളസി ദേവി, അപ്പോൾ ഭവതി ഒരുപാട് സംവത്സരങ്ങളോളം തപസ് ചെയ്തിട്ട് ആരെയാണോ ഭർത്താവായിട്ട് വേണമെന്ന് അത്യധികമായിട്ട് ആഗ്രഹിച്ചിരുന്നത്, അപ്പോൾ ആ ഭഗവാനായിട്ടുള്ള വിഷ്ണു ആണ് ഞാൻ. അപ്പോൾ ഭർത്താവായ നിനക്കും നിൻ്റെ ഭർത്താവായിട്ടുള്ള ശംഖചൂഡനും നിനക്കും ശാപമോക്ഷം നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ശിവഭഗവാൻ ശംഖചൂഡനെ വധിച്ചു കഴിഞ്ഞു യുദ്ധത്തിൽ. അങ്ങനെ ശംഖചൂഡൻ വൈകുണ്ഠത്തിലെത്തി. അപ്പോൾ ഇനി ദേവിക്ക് എൻ്റെ കൂടെ പോരാമെന്ന് പറയും. അപ്പം അങ്ങനെ ദേവി ഭഗവാന്റെ കൂടെ പോയി അങ്ങനെ വൈകുണ്ഠത്തിലെത്തും. അപ്പോൾ ആ പോണ സമയത്ത് ദേവിയുടെ ഭൗതിക രൂപം ഭൂമിയിൽ ഉപേക്ഷിക്കുന്നത് ഗണ്ഡകി നദിയായിട്ട് മാറും. അതുപോലെ ദേവിയുടെ തലമുടി രോമാദികൾ തുളസി ചെടിയായിട്ട് മാറും. അപ്പോൾ അതാണ് തുളസി ദേവിയുടെ കഥ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഭഗവാൻ എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ശ്രീ രാധേ കൃഷ്ണ.